പ്ലേ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ദൈവഹിതമായാൽ ഇന്ന് അത് പൂർണ്ണമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഒരു ജനം ആ അനുഗ്രഹങ്ങളുടെ പുറത്ത് ദൈവത്തെ മറക്കുവാനിടയായി ദൈവം അലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞ ദൈവവചനം തുടർച്ചയായി തങ്ങളുടെ മക്കളോട് കൊച്ചുമക്കളോട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ മറന്നുപോയതിന്റെ പേരിൽ പിന്നീട് ഒരു തലമുറ ദൈവത്തെ അറിയാത്തൊരു തലമുറ ഉളവാകുവാനിടയായി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇന്ന് അതിനെക്കുറിച്ച് തുടർന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിനു വേണ്ടി ഒരു തലമുറ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചും ആ തലമുറയ്ക്ക് എഴുന്നേൽക്കുന്ന തലമുറകൾ ചെയ്ത എന്താണെന്നും അതിന് നേതൃത്വം ആരാണെന്നും എന്നതിനെ കുറിച്ചാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകള്, നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകള്, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സ്വത്ത്, ഇതെല്ലാം എങ്ങനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും അതിന്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്രോണിക്സ് 1 ദിനവൃത്താന്തം 29 അധ്യായത്തിൽ നിന്നാണ്. എന്നാൽ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങള് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഉത്തരം ഒരു പക്ഷേങ്കില് വേറെ പല രീതിയിലുമായിരിക്കാം. സോ റിവൈവൽ തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങേണ്ടത് നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് ആയിരിക്കണം ഈ ആത്മീയ ഉണർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. ദൈവത്തിന്റെ വചനം നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരും. എന്നാൽ നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഞാൻ എന്നെ പരിചയപ്പെടുത്തിയാൽ ഞാനൊരു പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ടൈറ്റിൽ വെച്ച് പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന വേല എന്താണെന്ന് അല്ലെങ്കിൽ ജോലി എന്താണെന്നതിനെ കുറിച്ച് പക്ഷേങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതിൽ ഉൾപ്പെടുത്തും. ഒരു പക്ഷേങ്കിൽ എൻ്റെ കുടുംബകാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് വരാം. അങ്ങനെ പല കാര്യങ്ങൾ ഒരു പക്ഷേങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ, ചിലപ്പോ നമ്മളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഭാഗമായിട്ട് പലപ്പോഴും തീരാറുണ്ട് ഇല്ലേ? പലപ്പോഴും നമ്മൾ അതുകൊണ്ടല്ലയോ, ഇൻക്ലൂഡിങ് മീ, ഞാനും നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും, നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ മുടി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുനടക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. നമ്മൾ മിററിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതുപോലെയായിരിക്കും മറ്റുള്ളവർ എന്നെ കുറിച്ച് കാണുന്നതും ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനും ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മളെല്ലാം പല രീതിയിലുള്ള പല കളറിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്, തെറ്റണമെന്നല്ല. എന്നാൽ നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെ ഈ കണ്ണാടിയിൽ എന്നെ കാണുന്നുവോ അതുപോലെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ ജനങ്ങൾ എന്നെ കാണുന്നതെന്നായിരിക്കും, മറ്റുള്ളവർ എന്നെ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, ആളുകൾ എന്നെക്കുറിച്ച് ഇന്ന രീതിയിൽ ചിന്തിക്കണം, എന്നെക്കുറിച്ച് ഒരു പക്ഷെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാൻ സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ആളുകളുടെ മനസ്സിൽ ഇന്ന ഒരു ഇമേജ് ആയിരിക്കണം എനിക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ചെയ്തു കൂട്ടാം. ചിലപ്പോൾ അതിലായിരിക്കാം നാം നമ്മുടെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് ഐഡന്റിറ്റി മലയാളം അങ്ങ് വായിൽ വരുന്നില്ല, ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ ഒരു പക്ഷെങ്കിൽ ചിന്തിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ച്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതല്ലേ നമ്മളിപ്പോ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇരിക്കുകയാണ്, പരസ്പരം അറിയില്ലാത്ത ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പേര്, പിന്നെ എൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ജോലി, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു പക്ഷെങ്കിൽ എൻ്റെ ഫാമിലിയെ കുറിച്ചൊരു ചില കാര്യങ്ങളൊക്കെ അല്ലേ. അല്ലെങ്കിൽ എന്നെ ഒരാൾ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയായിരിക്കാം വേറൊരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇദ്ദേഹം
ഇന്നയാളാണ്, ഇദ്ദേഹത്തിന്റെ പേര് ഇതാണ്, ഇദ്ദേഹം ഇന്ന കുടുംബത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജോലി ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ദേശത്തു നിന്ന് വന്നതാണ്, ഇന്ന ദേശത്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മളെ പരിചയപ്പെടുത്തുന്നതിൽ പറയുന്നത്. അത് തെറ്റുണ്ടെന്നുള്ള കാര്യമല്ല, ഒരുപക്ഷെങ്കിൽ അതായിരിക്കും നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം. എന്നാൽ പലപ്പോഴും ആത്മീകരായ അല്ലെങ്കിൽ വിശ്വാസികളായ പലരുടെയും ഐഡന്റിറ്റി ഈ വക കാര്യങ്ങളിൽ നിന്നു പോകുന്നു എന്നുള്ളത് ഒരു പരാജയമാണ്. കാരണം ഞാനും നിങ്ങളും എന്നുള്ള നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതിലെല്ലാം വളരെ ഉപരിയായിട്ടുള്ളൊരു കാര്യം അല്ലെ. അല്ലെങ്കിൽ അതിനർത്ഥം ഇതിന്റെ എല്ലാം കൂടെ ഒരു സം ടോട്ടൽ ആണെന്നാ. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്റെ എഡ്യൂക്കേഷന്റെയും എന്റെ ജോലിയുടെയും എന്റെ ഫാമിലിയുടെയും ഒരു സം ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നായി പോകും. എന്നാൽ കർത്താവ് നമ്മളെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലുമാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഇമേജിലും ലൈക്നെസ്സിലുമാണ്. അതുപോലെ വിശ്വാസികളായ നമ്മളുടെ പ്രൈമറി ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ളതാണ്. പലപ്പോഴും ആ ഐഡന്റിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നത് വെർബൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും ഇത് നോൺ വെർബൽ ആക്ഷൻസിലൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ചിലര് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് പറയും, എന്നാലും ഒരു വിശ്വാസിക്ക് അത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി കർത്താവിനെ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടോ? അല്ലെ, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ വ്യക്തി ആയിരിക്കും നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവര് ചിന്തിക്കുന്നത്. നമുക്കൊരു പക്ഷേങ്കിലും ചിന്ത ഉണ്ടായിരിക്കുമോ, ഇതായിരിക്കും ഇന്ന ആളുകൾ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പക്ഷേങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല മറ്റേ ആൾക്കാർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് തല പുകഞ്ഞ് നമ്മൾ സമയം കളയുന്ന എന്നുള്ളതാണ് ഒരു പക്ഷേങ്കിലും നല്ലൊരു കാര്യം. കാരണം അങ്ങനെ ചിന്തിച്ചാൽ പലപ്പോഴും നമുക്ക് തന്നെ അതിനൊരു അന്തം ഉണ്ടാകുകയില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരു പക്ഷേങ്കിലും ചിലർ ചിന്തിക്കുമോ, എന്നെ കുറിച്ച് ആൾക്കാർ മോശമായത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു പക്ഷേങ്കിലും എല്ലാവരും അങ്ങനെ മോശമായത് മാത്രമായിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവരുണ്ടാകാം. നേരെ തിരിച്ചു പോകും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് ചിന്തിക്കുന്നതിലും വലിയ അർത്ഥമില്ല. നമ്മളെ ഇഷ്ടമല്ലാത്തവരും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. സോ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കുകയും ഒരു വിശ്വാസിയായ എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി ക്രിസ്തുവിൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി അതിനെക്കുറിച്ച് കംഫർട്ടബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ റിവൈവൽ എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആത്മീയ ഉണർവ് നമ്മളിൽ വരികയുള്ളൂ. കാരണം ഞാൻ എന്തുകൊണ്ടാണ് എന്നിൽ ആത്മീയ ഉണർവ് വരുത്തേണ്ടത്? കാരണം ഞാൻ ദൈവത്തിന്റെ മകനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഓരോരുത്തരുമാണ്, നമ്മൾ മകളുമായിരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിനോട് അടുത്ത് വരിക എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതാണ് റിവൈവൽ എന്ന് പറയുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ റിവൈവൽ എന്ന് പറയുന്നത്. ആ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെതായിട്ട് തോന്നും. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഏകദേശം എല്ലാവരും പ്ലെയിനിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മള് വിമാനത്തിൽ കയറി ആകാശത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. വിമാനം ടർമാക്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേങ്കിൽ വെയിറ്റിംഗ് ലൗഞ്ചിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ബോർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ വിമാനത്തിലേക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് A380 ഒക്കെ ഇരിക്കുന്ന കണ്ടാൽ എയർബസിന്റെ നമ്മൾ വിചാരിക്കും അത് സെവറൽ സ്റ്റോറി ബിൽഡിങ്ങിന്റെ അത്രയും വലിപ്പമുണ്ട്, ഹ്യൂമംഗസ് അല്ലേ. അതുപോലെ എയർപോർട്ടും ബിൽഡിങ്ങും ഒക്കെ വലിയതാണ്. അവിടെ ഒരു പക്ഷേങ്കിൽ വലിയ വ്യക്തികൾ വന്ന് പോകുന്നതാണ്, ഒരു പക്ഷേങ്കിൽ VIPs കടന്നു പോകുന്നതാണ്. നമ്മൾ സാധാരണ ആളുകളായിരിക്കാം, VIPs പോകുന്ന ഒരു പക്ഷേങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. എന്നാൽ ഈ വിമാനത്തിൽ കയറി പറക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം ഉയർന്നു പോകുന്നുവോ ഭൂമിയിലുള്ള കാര്യങ്ങൾ അത്രത്തോളം ചെറുതായി കൊണ്ടിരിക്കും. ഭൂമിയിൽ നമ്മൾ ഇരുന്നപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ എത്ര വലിപ്പത്തിൽ നമ്മൾ കണ്ടുവോ, നമ്മൾ ആകാശത്തിലേക്ക് അത് ടേക്ക് ഓഫ് ചെയ്ത് ആസ് വി കീപ് ക്ലൈംബിങ് അല്ലേ. നമുക്ക് തന്നെ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ, നിങ്ങൾക്ക് വെർട്ടിഗോ ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വിൻഡോ സീറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് വെളിയിലേക്ക് നോക്കിയാൽ അറിയാം, പെട്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വലിപ്പത്തിൽ ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ നമ്മളിപ്പം ബുർജ് ഖലീഫയൊക്കെ ആകാശത്ത് 36,000 ഫീറ്റിൽ നോക്കി ഒരു ചെറിയ നീഡിൽ പോലെയൊക്കെ കാണത്തുള്ളൂ. താഴെ നിന്നാൽ അത് വലിയ ബിൽഡിംഗ് ആയിരിക്കാം. സോ ആത്മീയരായ നമ്മൾ കർത്താവിനോട് ഉയരങ്ങളിലുള്ള കാര്യങ്ങളിലേക്ക് എത്രത്തോളം അടുത്തു വരുന്നുവോ, നമ്മളെ കൊലോസ്യ ലേഖനത്തില്
ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഓർപ്പിക്കുന്നത് 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, നമ്മൾ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ കർത്താവിനോട്, ഉയരത്തിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്രത്തോളം പോയിക്കൊണ്ടിരിക്കുന്നുവോ, ഈ പ്ലെയിനിൽ കയറി പൊങ്ങുന്നത് പോലെ തന്നെ നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുത്ത് ചേരുന്നുവോ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം, നമ്മുടെ പേരായാലും നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ ജോലി ആയാലും നമ്മളുടെ ഫാമിലി ആയാലും നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അതെല്ലാം ചെറുതായിട്ട് തോന്നുവാൻ തുടങ്ങും. കർത്താവ് അപ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് അടുക്കുമ്പോൾ മേളിലുള്ള കാര്യങ്ങൾ വലുതായി തോന്നുവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ താഴെ നിൽക്കുമ്പോൾ ചെറുതായി തോന്നുന്ന കാര്യങ്ങൾ മേളിലേക്ക് പോകുമ്പോൾ അല്പവും കൂടെ വലുപ്പമുള്ളതായിട്ട് തോന്നും. എന്ന് പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങൾക്ക് വലിപ്പവും പ്രാധാന്യവും കൂടുവാൻ ഇടയാകും. അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് ചിന്തിക്കണം. നമ്മളൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താ സാധാരണ വരിക? ഒരു പക്ഷേങ്കില് നമ്മൾ കോമൺ സ്റ്റീരിയോടൈപ്സ് ഒക്കെ കണ്ടിരിക്കുക, അല്ലെ? ഒരു ക്രിസ്ത്യാനി ആരാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസി ആരാണെന്ന് നമ്മൾ ചോദിച്ചാൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏത് രീതിയിലായിരിക്കും? ഒരു വളരെ സാധാരണ, വളരെ ഡൗൺ ടു എർത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ താഴ്മയുള്ള ഒരു വ്യക്തി, അല്ലെ? പ്രത്യേകിച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത്, സോറി ഇന്ന് എനിക്കിപ്പം ക്ലീൻ ഷേവ് അല്ല, നമ്മുടെ അപ്പച്ചനെ പോലെയൊക്കെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെ? അല്ലെങ്കിൽ പബ്ലിക്കലി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഒരു വിശ്വാസി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു പക്ഷേങ്കില് പബ്ലിക്കലി ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, എഴുന്നേറ്റ് നിന്നൊരു തോട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ട് ലീഡ് ചെയ്യുന്നത്, ഒരു ധ്യാനം പറയുന്നത്, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ പൊതുവെ ഒരു ആത്മീയൻ എന്നുള്ള ഒരു വാക്കാണ് നമ്മളൊരു വിശ്വാസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസി ഏത് രീതിയിൽ ആയിരിക്കണം എന്നുള്ളതിന്റെ ചിന്തയും നമ്മൾ വളരുന്ന സാഹചര്യത്തോടും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തോടും ചേർന്ന് ഉള്ളതായിരിക്കും. കാരണം നമ്മുടെ കൾച്ചർ നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, അല്ലെ? നമ്മൾ വളർന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങള്, നമ്മള് കിട്ടിയിരിക്കുന്ന എക്സ്പോഷർ, നമുക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മളെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ പോസിറ്റീവായി വന്നിരിക്കാം ഈ സാഹചര്യങ്ങൾ, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളെ ഷേപ്പ് ചെയ്തിരിക്കാം. എന്നാൽ ഒരു വിശ്വാസി എന്ന് കേട്ടാൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് ഒരു വിശ്വാസി എന്ന് കേട്ടാൽ? നമ്മുടെ ബ്രാൻഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്താണ്? ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് ഞാൻ എന്നെ വിശ്വാസി എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, വാട്ട് ഈസ് അവർ ബ്രാൻഡ്? അതൊരു നല്ല ചോദ്യം, അല്ലെ? അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിശ്വാസി എന്ന് ചിന്തിക്കുമ്പോൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? പലപ്പോഴും നമ്മൾ വിശ്വാസി എന്ന് ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ കൾച്ചറൽ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടായിരിക്കാം. ഒരു പക്ഷേങ്കിൽ നമ്മൾ ഈ പിക്ചർ കണ്ടാൽ, ഈ കൊളാജ് കണ്ടാൽ, ഇവിടെ ഇതിനകത്ത് ഏത് പിക്ചർ ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേങ്കിൽ ഒരു വിശ്വാസി എന്ന് എടുത്തു പറയുന്നത്? നിങ്ങൾക്ക് താഴെ റൈറ്റ് ഹാൻഡ് കോർണർ, അല്ലെങ്കിൽ സ്ക്രീനിന്റെ ബോട്ടത്തിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്ക്രീനിന്റെ ലെഫ്റ്റ് കോർണറിൽ ഇരിക്കുന്ന ആളുകളെ പരിചയമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പക്ഷേങ്കിൽ അത്രയ്ക്കും ക്ലിയർ ആയിട്ടത് കാണാമോ എന്നറിയില്ല. ആ 2 സഹോദരന്മാർ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാളും ഒക്കെ പിടിച്ച്. അതിനകത്ത് ഒരു സഹോദരന്റെ പേര് ജോയ് ജോൺ എന്നാണ്, മറ്റേ സഹോദരന്റെ പേര് LD എന്നാണ്. ഞങ്ങൾ 2 പേരുമാണ്. അത് ഷില്ലോങ്ങിൽ പോയപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സഹോദരൻ അവിടെ, ഇവാഞ്ചലിസ്റ്റ് തോംസൺ, അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഖാസി ട്രൈബിന്റെ ട്രൈബൽ വേഷമാണിത്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ വിശ്വാസിയായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയില്ല, അല്ലെ? അല്ലെങ്കിൽ ആ ഏറ്റവും മേളിൽ കോർണറിൽ കാണുന്ന ആ സഹോദരി അത് മാസായി ക്രിസ്ത്യനാണ്. ആ മാസായി ക്രിസ്ത്യന്റെ വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവർ മാസായി ആ ഗ്രൂപ്പിന്റെ, ആ ട്രൈബിന്റെ വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവരും ഒരു വിശ്വാസിയാണ്, അവരും ഒരു ക്രിസ്ത്യനാണ്. എന്നാൽ പലപ്പോഴും അവര് ഒരു വിശ്വാസിയാണെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വരത്തില്ല. എന്റെ മനസ്സിൽ വരുന്ന ഒന്നെങ്കിൽ ആ മേളിലിരിക്കുന്ന സഹോദരന്മാർ ബൈബിളൊക്കെ ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ബോർഡ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ
താഴെയുള്ള സഹോദരന്മാരെല്ലാം നിലത്തിരുന്നത് നോർത്ത് ഇന്ത്യയിലെ സഹോദരന്മാർ ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു പിക്ചറാണ് ഒരു ഗ്രാമത്തില്. ആ പിക്ചേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ വിശ്വാസി ആരാണെന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവർ വിശ്വാസികൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ദൈവവചനാനുസരണം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഐഡന്റിറ്റി ഒരുപക്ഷെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ഇമ്മീഡിയറ്റ് കൾച്ചർ നമ്മളെ ഷേപ്പ് ചെയ്തായിരിക്കാം. അതിനർത്ഥം ഡൂസ് ആൻഡ് ഡോൺസ് ഇല്ലെന്നല്ല. ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ്, അതല്ലെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മുമ്പോട്ട് പോകുമ്പോൾ ദൈവവചനം ഇത് നമ്മളെ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരു വിഷയമെങ്കിൽ ആരാണ് ഒരു വിശ്വാസി എന്ന് ചിന്തിച്ചാൽ ഇതിനകത്ത് ആരെയായിരിക്കും നമ്മളൊരു വിശ്വാസിയായിട്ട് പിക്ചർ ചെയ്യുന്നത്? ആക്ച്വലി ഈ പിക്ചറിനകത്തുള്ള എല്ലാവരും വിശ്വാസികളാണ്. ഇതെല്ലാം വിശ്വാസികളുടെ പിക്ചേഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ആരാധനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെ, നമ്മൾ ആരാധന എപ്രകാരമായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഐഡിയൽ വ്യൂ ഉണ്ട്, അല്ലെ? അതിൽ നിന്ന് വ്യത്യസ്തമായാൽ ഒരു പക്ഷേങ്കിൽ അതൊരു ആരാധനയാണെന്ന് നമുക്ക് തോന്നുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഒരു ആരാധനയുടെ ഒരു ഇത് പ്ലേ ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന അടുത്തുള്ള സ്പീച്ചിലും ഹിയറിംഗിലും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സംസാരിക്കുവാനോ കേൾക്കുവാനോ കഴിയില്ലാത്ത ഒരാളുകളുടെ സഭയിൽ ഞാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ അവിടെ പെർമിഷൻ ആണ് അത് എടുത്തത്. അതെനിക്ക് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി, ഞാൻ ഷോക്ക്ഡ് ആയി. കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. ദൈവത്തെ ഇങ്ങനെയും ആരാധിക്കുന്ന വ്യക്തികളുണ്ടല്ലോ. അവർക്ക് കണ്ണ് തുറന്നു വെച്ചാലേ ആരാധിക്കാൻ പറ്റൂ, അവർക്ക് കണ്ണ് തുറന്നു വെച്ചാലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം അവർ ആംഗ്യഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അവർ മൂകരും ബധിരരുമാണ്. അവർക്ക് കേൾക്കുവാനോ സംസാരിക്കുവാനോ ഉള്ള കഴിവില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരു ഐഡിയൽ വർഷിപ്പ് എന്നുള്ളത് ഇത്രയും നാളും ചിന്തിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ അവര് ദൈവത്തെ ആരാധിക്കുന്നത്. So that made me actually really reflect on myself. I began to think, oh my goodness, I perhaps did not really understand how God's people around the world worship Him. They may not necessarily worship the way I do. ഞാൻ ആരാധിക്കുന്ന രീതിയിൽ തന്നെ ആരാധിക്കുന്നവർ ഒരു പക്ഷെങ്കിൽ അവർ ആയിരിക്കില്ല. But they are worshiping our God nonetheless. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കാത്ത, നമുക്കൊക്കെ കഴിയുന്നതിലും അതീതമായ രീതിയിലാണ്. അവർക്ക് ഡ്രംസ് കൊട്ടണം. ഡ്രംസ് കൊട്ടിയാൽ മാത്രമേ അവർക്ക് ബീറ്റ്സ് കിട്ടത്തുള്ളൂ. അവർക്ക് വൈബ്രേഷൻസ് മനസ്സിലാക്കാം. അവർക്ക് വേർഡ്സ് കേൾക്കത്തില്ല. ഓഫ് കോഴ്സ് ദേ ക്യാൻ സീ ഈച്ച് അതേഴ്സ് ആക്ഷൻസ്. Apparently there are over 100 different sign languages within India. ഇന്ത്യക്കുള്ളിൽ തന്നെ 100-ൽ പരം സൈൻ ലാംഗ്വേജസ് ഉണ്ട്. സോ എല്ലാ ആളുകൾക്കും കേൾക്കുകയോ സംസാരിക്കാനോ കഴിവില്ലാത്ത എല്ലാ ആൾക്കാർക്കും ഒരേ ആംഗ്യഭാഷയല്ല. സോ അവരിതെല്ലാം പഠിച്ച് അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് ഈ ലൈൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ, ഇതെന്താണ് അടുത്ത് വരുന്നതെന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ബീറ്റ്സ് വേണം.
അതിനുവേണ്ടി ഒരു ഡ്രം എപ്പോഴും അവർ കൊട്ടിക്കൊണ്ടിരിക്കും. അവർക്കത് കേൾക്കത്തില്ല, പക്ഷെ വൈബ്രേഷൻ. Then I thought, my idea of what it means to be a Christian actually needs to expand. Who I am, what I have, I need to have a different perspective. അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. 1 ദിനവൃത്താന്തം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. And David the king said to all the assembly, Solomon my son, whom alone God has chosen, is young and inexperienced, and the work is great, for the palace will not be for a man but for the Lord God. I have provided for the house of my God so far as I was able, the gold for the things of gold, the silver for the things of silver, and the bronze for the things of bronze, the iron for the things of iron, the wood for the things of wood, besides great quantities of onyx and stones for setting, antimony, colored stones, all sorts of precious stones and marble. Moreover, in addition to all that I have provided for the holy house, I have a treasure of my own of gold and silver. And because of my devotion to the house of my God, I give it to the house of my God. Then the leaders of the fathers' houses made their free will offering. So അതിന്റെ 5-ാം വാക്യം വരെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വലിയൊരു ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാനല്ല ദൈവത്തിന്റെ ആലയം പണിയുവാൻ പോകുന്നത്, ദൈവം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്റെ മകനായ സോളമനാണ്. ശലോമോൻ ഇപ്പോൾ ചെറുപ്പക്കാരനാണ്, ദൈവമാണ് അവനെ തെരഞ്ഞെടുത്തത് എന്നുള്ള സത്യമാണെങ്കിലും ഇപ്പോൾ ഇത് എങ്ങനെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കരുതണം എന്നതിനെ കുറിച്ചുള്ള അറിവോ അതിനുള്ള കഴിവോ അവനില്ല. അതുകൊണ്ട് അവൻ എങ്ങനെ ദൈവത്തിന്റെ ആലയം പണിയണം എന്നതിനെ കുറിച്ചുള്ള കരുതൽ പിതാവായ ഞാനാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഈ ചില കാര്യങ്ങൾ എന്താണെന്ന് ദാവീദ് രാജാവ് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറയുകയാണ്. ദാവീദ് രാജാവ് പറയുകയാണ്, ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയല്ല. ഈ ആലയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി പണിയുന്ന ഒന്നല്ല. ഈ ആലയത്തിൽ വസിക്കുവാൻ പോകുന്നത് മനുഷ്യനല്ല, ദൈവമായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടമായ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് വസിക്കേണ്ട ആലയമാകയാൽ ഈ ആലയം ഏറ്റവും മനോഹരമായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി എൻ്റെ മകന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്. എന്നാൽ കഴിയുന്നത്രത്തോളം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തായിട്ടുള്ള ഗോൾഡും സിൽവറും ബ്രോൺസും അയണും വുഡും അങ്ങനെയുള്ള എല്ലാ പ്രഷ്യസ് സ്റ്റോൺസും എൻ്റെ ട്രഷറിയിൽ എൻ്റെ പേഴ്സണൽ സ്വത്തായിട്ടുണ്ടായിരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയിൽ ഞാൻ ഒരു ശതമാനം, നല്ലൊരു ശതമാനം ദൈവത്തിന്റെ ആലയം പണിയുന്നതിന് വേണ്ടി, എൻ്റെ മകനെയാണ് ദൈവം നിയോഗിച്ചതെങ്കിലും ആ ഫ്യൂച്ചറിന് വേണ്ടി കരുതുന്നതിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ആ ദൈവത്തിന്റെ ആലയം പണിയുന്നതോ അത് തീർക്കുന്നതോ ഞാൻ കണ്ടെന്നിരിക്കുകയില്ല. അത് കണ്ടില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമില്ല, കാരണം അതിനുവേണ്ടി കരുതുവാൻ മാത്രമേ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് പണിയുവാനുള്ള കാര്യം ദൈവം എൻ്റെ മകനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുവേണ്ടി കരുതേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനാണ് എന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ട് ദാവീദ് മറ്റുള്ള ഗോത്ര പിതാക്കന്മാരുടെയും മറ്റുള്ള ഭവനത്തിലെ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് പറയുന്ന കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലീഡേഴ്സ് എന്താണ് ചെയ്തത്? ഇത് രാജാവാണ്, സോ ലീഡർ ലീഡിങ് വിത്ത് എക്സാമ്പിൾ ആണ്. He is leading from the front. David is now leading from the front and he is offering himself as the best example. So now of course it's inevitable that the leaders follow his example, follow the suit. So അവരെന്താണ് പറയുന്നത്? Then the leaders of the fathers of the houses made their free will offerings. As did also the leaders of the tribes, the commanders of thousands and of hundreds and officers over the king's work. അവരെല്ലാം എന്നിട്ട് അതിനകത്തുള്ള നമ്മൾ 7-8 വാക്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഞങ്ങൾ എത്രത്തോളം സ്വർണം തരുന്നുണ്ട്, എത്രത്തോളം സിൽവർ, അങ്ങനെയുള്ള അവരൊരു വലിയ ലിസ്റ്റ് പറയുകയാണ്. എന്നിട്ട് അതിന് 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. Then the people rejoiced because they had given willingly, for with their whole heart they had offered freely to the Lord. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ കർത്താവിന്റെ ആലയത്തിന് വേണ്ടി, ആലയം പണിക്കു വേണ്ടി കൊടുക്കുവാൻ കഴിഞ്ഞതിൽ
അത്യധികം സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ആലയം പണിയുവാൻ വേണ്ടി എനിക്ക് ഇത്രത്തോളമെങ്കിലും ചെയ്യുവാൻ പറ്റി, ഇത്രത്തോളമെങ്കിലും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു കുടുംബമാണ്. അതിന്റെ കാരണം ഇതാണ് നമ്മൾ വായിക്കുന്നത്. അവർ പൂർണ്ണ ഹൃദയത്തോടെയാണ് അത് കൊടുത്തത്. അവർ പൂർണ്ണ ഹൃദയത്തോടാണ് ദൈവത്തിന്റെ ആലയം പണിക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ കൊടുത്തത്. അതിനകത്ത് അങ്ങനെ കൊടുക്കുവാൻ എന്തുകൊണ്ട് പറ്റിയെന്ന് ഒരു പക്ഷേങ്കിൽ നമ്മൾ ചോദിച്ചാൽ അതിന്റെ കാരണവും അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരും ഈ ദാവീദും ഈ ലീഡേഴ്സ് എല്ലാം നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലായിരുന്നുവോ? എങ്ങനെ അവർക്ക് ദൈവത്തിനു വേണ്ടി ഇങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ അവരുടെ സ്വത്തുക്കളെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അതിന് 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്. അവര് ആദ്യം ദൈവം ആരാണെന്നും ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നവനാണെന്നുമുള്ള കാര്യം അവർ 11 വാക്യത്തിൽ മനസ്സിലാക്കി. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യുവേഴ്സ് ഓ ലോർഡ് ഈസ് ദ ഗ്രേറ്റ്നെസ് ആൻഡ് പവർ ആൻഡ് ഗ്ലോറി ആൻഡ് ദ വിക്ടറി, the majesty, for all that is in heavens and in the earth is yours. Yours is the kingdom, O Lord, and you are exalted as head above all. Then 12 മുതലുള്ള വാക്യങ്ങൾ പറയാണ്, both riches and honor come from you, and you rule over all. In your hand are power and might, and in your hand it is to make great and to give strength to all. And now we thank you, O God, our God, and praise your glorious name. അവർ പറയുകയാണ്, കർത്താവേ, നിന്നിൽ നിന്നാണ് ഈ എല്ലാ സ്വത്തും ഈ എല്ലാ ധനവും ഈ എല്ലാ മാനവും വരുന്നത്. ഞങ്ങൾക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ധനം, ഞങ്ങൾക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ മാനം, ഇതെല്ലാം നിന്റെ ദാനമാണെന്നാണ് ദാവീദും അവന്റെ ഒപ്പമുള്ള ജനങ്ങളും മനസ്സിലാക്കി. ദാവീദും ജനവും ദൈവത്തിൽ നിന്നാണ് ധനവും മാനവും വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ സ്വത്ത് അവരുടെ സ്വന്തമല്ലെന്ന് അവർക്ക് എണ്ണുവാൻ പറ്റി. അവരുടെ ധനം അവരുടെ സ്വന്തമല്ലെന്ന്, അവരുടെ മാനം അവരുടെ സ്ഥാനം അവരുടെ സ്വന്തമല്ലെന്നും അത് ദൈവത്തിന്റെ ഒരു ദാനമാണെന്നും അവർക്ക് കാണുവാൻ പറ്റി. അതുകൊണ്ട് അവർ പറയുകയാണ്, അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദിനെ ചോദിക്കുക, കർത്താവേ, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ ആരാണ്? ഞങ്ങൾ അതിനുപോലും യോഗ്യരായിട്ടുള്ള വ്യക്തികൾ പോലുമല്ല. എന്നാൽ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തുവല്ലോ. ഈ അയോഗ്യരായ ഞങ്ങളെ നിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേലയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി നീ തിരഞ്ഞെടുത്തുവല്ലോ, അതിനുള്ള പ്രാപ്തി നീ തന്നുവല്ലോ എന്ന് പറഞ്ഞ് ദാവീദും അവന്റെ കൂടെയുള്ള ജനവും ദൈവത്തെ സ്തുതിക്കുകയാണ്. 14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. But who am I and what is my people that we should be able thus to offer willingly? For all things come from you, and of your own we have given you. For we are strangers before you and sojourners, and all our fathers were. Our days on the earth are like a shadow, and there is no abiding. O Lord our God, all this abundance that we have provided for building you a house for your holy name comes from your hand and is all your own. ദാവീദും ജനങ്ങളും പറയുന്നതാണ്, കർത്താവേ, ഇപ്പോ ഞങ്ങൾ നിന്റെ വേലയ്ക്ക് വേണ്ടി തന്ന ഈ സ്വത്തുണ്ടല്ലോ, ഈ സ്വത്തെന്ന് പറയുന്നത് നിന്റെ സ്വത്താണ്. കാരണം ഞങ്ങൾക്ക് ഇത് തന്നത് നീയാണ്. നമ്മൾ പലപ്പോഴും ഒരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ. വിദ്യാഭ്യാസം ചില സമയത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പറയും, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ എക്സാം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം, നല്ലൊരു അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നല്ലൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒരുപക്ഷെങ്കിൽ നമുക്കൊക്കെ വന്നു പോകാവുന്ന ഒരു ചിന്തയും ഒരു തെറ്റുമെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന മാനവും ധനവുമെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് പലപ്പോഴും നമ്മൾ കണക്കാക്കും. ഇതെല്ലാം ഞാൻ എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാണെന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കൊച്ചിന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ അന്ന് കിട്ടിക്കഴിയുമ്പോൾ എഴുന്നേറ്റ് സാക്ഷ്യവും പറയും അല്ലെ, കർത്താവ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കേട്ടു, എനിക്കൊരു ജോലി തന്ന് ഇരുന്നാ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് ജോലി തന്നു വന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് എന്റെയാണ്. ഇനി അത് പിടിച്ചു മേടിക്കുവാൻ കർത്താവിന് പറ്റുമെങ്കിൽ കാണിച്ചതാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഒരുപക്ഷെങ്കിൽ എന്റേത്. നിങ്ങളുടെ അങ്ങനെയാണോ എന്ന് അറിയില്ല. ഒരുപക്ഷെങ്കിൽ എന്നെ പോലെയാണ് നിങ്ങളുമെങ്കിൽ ഒരുപക്ഷെങ്കിൽ നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആകാം. എന്നാൽ ദാവീദും അവന്റെ കൂടെയുള്ള ജനങ്ങളും തങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി.
അവർ മനസ്സിലാക്കി അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ സ്വത്തും അവരുടെ മാനവും അല്ലെങ്കിൽ അവരുടെ ധനവും അവരുടെ മാനവും അവരുടേതല്ലെന്നും അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നും അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ പറയുകയാണ്, കർത്താവെ, അങ്ങനെ ആയതുകൊണ്ട് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ തരുവാൻ പറ്റി. ഞങ്ങളുടെ കയ്യിൽ നീ തന്നത് ഞങ്ങൾ തിരിച്ചങ്ങ് തന്നു, അത്രേ ഉള്ളൂ. കർത്താവ് നമുക്ക് ദാനമായി തന്നത് നമ്മൾ കർത്താവിന് തിരിച്ചു കൊടുത്തു. ദാനം തന്നെയാൾക്ക് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നതിൽ സന്തോഷത്തോടെ കൊടുക്കണ്ടയോ? പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണം ദാവീദും തന്റെ കൂടെയുള്ള ജനങ്ങളും നമ്മളെ കാണിച്ചു തരുന്നു. എന്നാൽ അതിന്റെ 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയുന്നു. അതിന്റെ 18-ാം വാക്യത്തില് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പ്രാർത്ഥനയും കൂടെയാണ് ദാവീദിന്റെ. ഓ ലോർഡ്, ദ ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ഇസ്രയേൽ, അവർ ഫാദേഴ്സ്, കീപ് ഫോർ എവർ സച്ച് പർപ്പസസ് ആൻഡ് തോട്ട്സ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് യു പീപ്പിൾ ആൻഡ് ഡിറക്ട് ദെയർ ഹാർട്ട്സ് ടുവേർഡ് യു. അത് മലയാളത്തിലൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. അത് മലയാളത്തിൽ എത്രത്തോളം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, ഇങ്ങനെയുള്ള ഈ നല്ല ചിന്ത, നിന്റെ വേലയ്ക്ക് വേണ്ടി നീ ദാനവും മാനവും നിന്നിൽ നിന്ന് വന്നതാണെന്ന് ഉള്ള ഈ ചിന്ത, ഇങ്ങനെയുള്ള ഈ നല്ല ചിന്ത കർത്താവേ നിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ നീ എന്നെന്നും സൂക്ഷിക്കണമേ എന്നാണ്. ഇത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകല്ലേ എന്നുള്ളതാണ് ദാവീദിന്റെ പ്രാർത്ഥന. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇന്ന് നിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ എനിക്ക് മനസ്സ് തോന്നി, ഈ ജനങ്ങൾക്ക് മനസ്സ് തോന്നി. ഇന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ധനവും മാനവും നിന്നിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ കർത്താവ് ഇത് വൺ ടൈം ആയി തീരുവാൻ ഇടയാകല്ല. ഇതിങ്ങനെയുള്ള ഈ ചിന്തയും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുവാനുള്ള ഈ ആഗ്രഹവും ഈ പ്രിപ്പറേഷനും അല്ലെങ്കിൽ റെഡിനെസ്സും അത് എന്നും കർത്താവെ എന്നിലും എൻ്റെ ഈ ജനങ്ങളുടെ ഉള്ളിലും നീ വെക്കണമേ എന്നാണ് ദാവീദിന്റെ പ്രാർത്ഥന. എന്നിട്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ എന്നും നിന്നിലേക്ക് തന്നെ തിരിക്കണമേ. ഞാൻ ആദ്യമേ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 36,000 ഫീറ്റിലായിരിക്കുമ്പോൾ ക്രൂസിംഗ് ഓൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിയുമ്പോൾ താഴെയുള്ള വലിയ കാര്യങ്ങളെല്ലാം, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏറ്റവും വലിയ കാര്യങ്ങളായ വലിയ ബിൽഡിങ്സ് എല്ലാം ഒരു നീഡിൽ പോലെ കാണത്തുള്ളൂ, അല്ലേ? പ്രാധാന്യമായിട്ട് തോന്നിയ കാര്യങ്ങളൊന്നും പ്രാധാന്യമല്ലാതെയും എന്നാൽ സ്വർഗീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയും ചെയ്യുന്നു. അതാണ് ദാവീദ് ഇവിടെ പറയുന്നത്. അതിന്റെ പ്രധാനമായ കാരണം, ദാവീദിന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറ്റിയതിന്റെ കാരണം തൻ്റെ ഐഡന്റിറ്റി ദാവീദ് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. താൻ ആരാണെന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. ഈ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു തങ്ങൾ ആരാണെന്ന്. ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ എല്ലാം അവർക്കായിട്ടുള്ള, ഇപ്പൊ അവർ താമസിക്കുന്ന സ്ഥലം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ അത് അവർ ഫ്രീ ആയിട്ട് കിട്ടിയ സിറ്റീസും ഫ്രീ ആയിട്ട് കിട്ടിയ വീടുകളും ഒക്കെയാണ്. അവർ പറയുകയാണ്, ഇതെല്ലാം നിന്റെ ദാനമാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെല്ലാം പരദേശികളായിരുന്നു, ഞങ്ങളെല്ലാം ഒന്നുമില്ലാതെ ഊടാടി നടന്നവരാണ്, എന്നാൽ നീയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നത്. അങ്ങനെയുള്ള വ്യക്തികളിലാണ് റിവൈവൽ ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളിലാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളെയും ദൈവം ഉപയോഗിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഇങ്ങനെയുള്ള ഈ വ്യക്തികൾ മാത്രം, ദാവീദും അവന്റെ കൂടെയുള്ളവർ മാത്രമാണോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തികൾക്കായിട്ടാണെന്നാണ്. 2:10 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ വി ആർ ഹിസ് വർക്ക്മെൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്സ് വിച്ച് ഗാഡ് പ്രിപ്പയർഡ് ബിഫോർഹാൻഡ് ദാറ്റ് വി ഷുഡ് വാക്ക് ഇൻ ദം. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും പറയുന്ന ഇതാണ്, നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ വീണ്ടെടുത്തതിന്റെ കാരണം, അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അകൃത്യത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു. ആ മരിച്ചവരായി നമ്മളെ ക്രിസ്തുവേശുവിനോടുകൂടെ പിതാവാൻ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് 10-ാം വാക്യത്തിൽ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, അതിന്റെ കാരണം നമ്മൾക്ക് വേണ്ടി അവൻ മുൻ നിയമിച്ച നല്ല പ്രവൃത്തികൾ നമ്മൾ അവന്റെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. അതായത് കർത്താവ് എന്നെയും നിങ്ങളെയും രക്ഷിച്ചതിന്റെ കാരണം, കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്ന നല്ല പ്രവൃത്തികൾ അവന്റെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. അല്ലാതെ നമ്മളെ
നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള ഒരു പാസ്പോർട്ട് അടിച്ചു തരുവാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിന്റെ ആഗ്രഹം. ഈ ഭൂമിയിൽ കർത്താവിന് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇന്ന് കർത്താവിന് ഒരു വ്യക്തിയെ തൊടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ 2 കൈകളും നമുക്ക് വേണ്ടി അവൻ ആ ക്രൂശിൽ നൽകി. ഇന്ന് അവന് ഇന്ന് സ്വന്തം കൈയില്ല. അവനുള്ള കൈയെന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും കൈയാണ്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്ത് അവൻ ഒരു കാലത്ത് നടന്നതാണ് തന്റെ കാലുപയോഗിച്ച്. എന്നാൽ അവൻ ആ കാല് കുരിശിൽ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും തന്നതുകൊണ്ട് ഇന്ന് അവന് പോകുവാനുള്ള കാലില്ല. ഇന്ന് അവന് വേണ്ടി പോകുവാനുള്ള കാല് എന്റെയും നിങ്ങളുടെയുമാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവം ഒന്നുമില്ലാത്തവനായി ദരിദ്രനായി ലോകത്തിൽ വന്നത്, അതിന്റെ കാരണം എങ്ങനെയാണെന്ന് നമ്മൾ 2 കൊരിന്ത്യർ 9 വായിക്കുന്നത്. He became poor so that through his poverty we would become rich. Rich towards God, of course, not talking about material wealth, but rich towards God. നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. അവന്റെ ദാരിദ്ര്യം മൂലം നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമ്പന്നരാകുവാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഇന്ന് ഒന്നുമില്ലാത്തവനായി തീർന്ന ഈ ദൈവത്തിന് വേണ്ടി, ഈ ദൈവത്തിന് ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവന്റെ കയ്യിൽ സ്വന്തമായിട്ടല്ല പൈസ. ആ പൈസ എന്നെയും നിങ്ങളെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കർത്താവിനൊരു സ്ഥലത്ത് പോകണമെങ്കിൽ കർത്താവ് പോകുന്നത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. കാരണം അതിനുവേണ്ടിയാണ് ദൈവം തമ്പുരാനായ കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സഭയുടെ അംഗങ്ങളാക്കി നമ്മളെ വെച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് അടിച്ച് നമുക്ക് കൊണ്ടുപോയി ഒരു ഗ്രൂപ്പ് ആൾക്കാരെ അവിടെ ആക്കി തീർക്കുവാൻ വേണ്ടിയല്ല. ഈ ആളുകൾ ദൈവം ആരാണെന്നും സ്വർഗസ്ഥനായ പിതാവിനെ ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ഈ ഭൂമിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മളെ ഒരു മിറർ ആയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. മിറർ ഡസന്റ് ഹാവ് എ പവർ ഓഫ് ഇറ്റ്സ് ഓൺ. മിറർ ക്യാൻ ഓൺലി റിഫ്ലക്ട്, അല്ലെ? ഒരു കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തി എന്ന് പറയുന്ന കണ്ണാടിയിൽ അകത്തുള്ള ഒരു വ്യക്തിയല്ലേ. കണ്ണാടിക്ക് എന്തോ ചെയ്യാൻ പറ്റും? അത് മറ്റുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. So if God wants to reflect his glory in this world today, he does it through his creation. He does it through his special creation, which is you and me, created in Christ Jesus for good works. So നമ്മളെ ചോദ്യം ഇതാണ്, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഈ നല്ല പ്രവൃത്തിക്കാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ നല്ല പ്രവൃത്തികൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? നമ്മൾ കർത്താവിന് വേണ്ടി നല്ല പ്രവൃത്തികൾ എങ്ങനെ ചെയ്യുവാൻ പറ്റും? അതൊരു നല്ല ചോദ്യം അല്ലെ. കർത്താവിന് വേണ്ടി നമുക്ക് എങ്ങനെ ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ എഫേസ്യർ 2:10 വായിച്ചു, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ക്രിസ്തുയേശുവിൽ പിതാവാൻ ദൈവം നമ്മളെ രക്ഷിച്ചത് നമ്മൾ വായിച്ചു. അങ്ങനെയെങ്കിൽ ഈ നല്ല പ്രവൃത്തികൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന നല്ല പ്രവൃത്തി എന്ന് പറയും സുവിശേഷ വേല, ഫുൾ ടൈം സുവിശേഷ വേല ചെയ്യുന്നത് മാത്രമാണെന്ന്. ഒരു പക്ഷെങ്കിൽ അത് മാത്രമായിരിക്കില്ല. കർത്താവ് ഈ നല്ല പ്രവൃത്തികൾ അക്കംപ്ലിഷ് ചെയ്യുന്നത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന താലന്തിലൂടെയും, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കഴിവിലൂടെയും സ്കിൽസിലൂടെയും, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജോലിയിലൂടെയും, നമുക്ക് തന്നിരിക്കുന്ന ഭവനത്തിലൂടെയും സ്വത്തിലൂടെയും ഒക്കെയാണ് കർത്താവ് ഈ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്. നമ്മളൊരു പക്ഷേങ്കിൽ ചിന്തിക്കും അതെങ്ങനെ സാധിക്കുമെന്ന്. നമ്മൾ ജോസഫിന്റെ ജീവിതം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ജോസഫിന് എന്തായിരുന്നു പ്രത്യേകമുണ്ടായിരുന്ന കഴിവ്? അവന് ജ്ഞാനമുണ്ടായിരുന്നു, എന്നാൽ അവന് ഡ്രീംസ് ഇന്റർപ്രറ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു, അല്ലെ? അവന് സ്വപ്നങ്ങൾ, ദൈവം കൊടുത്തൊരു കഴിവാണ്, സ്വപ്നങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ, വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ദൈവം ആ വ്യാഖ്യാനത്തിലൂടെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അപ്പക്കാരന്റെയും പാനപാത്രവാഹകന്റെയും സ്വപ്നങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തത് മൂലമാണ് പിന്നീട് ഒരിക്കൽ അവന് ഫറവോന്റെ ഡ്രീംസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതിലൂടെ ദൈവം എന്ത് ചെയ്തു? അവനെ ഉപയോഗിച്ചു, വലിയ നിലയിൽ ഈജിപ്തിലാക്കി. അതുമൂലം ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ എസ്തേറിനെ കുറിച്ച് വായിച്ചാൽ എങ്ങനെയാണ് എസ്തേർ ആ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചത്? എസ്തേറിന്റെ ബ്യൂട്ടി കൊണ്ടാണ്, അല്ലെ? അതിനോ നമ്മൾ വിശ്വാസികളായ പലപ്പോഴും നമ്മൾ ബ്യൂട്ടിയെ കുറിച്ചൊക്കെ മോശമായ ചിന്തിക്കുന്നു ഞാൻ പറയുന്നില്ല. എന്നാൽ അത് നല്ല രീതിയിൽ ഒരു പക്ഷേങ്കിൽ ബ്യൂട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നുവെന്ന്, ഐ എം നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് വേർഡ്സ്, ഒരു പക്ഷേങ്കിൽ നമ്മൾ ചിന്തിച്ചു എന്നിരിക്കുകയില്ല. കാരണം ബ്യൂട്ടി ക്യാൻ ബി വെരി ബാഡ് ആസ് വെൽ. കാരണം അത് മിസ്യൂസ് ചെയ്താൽ അത് വളരെ മോശമായി തീരാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ എസ്തേറിന് രാജാവിന്റെ കൊട്ടാരത്തിൽ വരുവാനും രാജാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുമുള്ള അവകാശം കിട്ടിയത്
എസ്തേറിന്റെ ബ്യൂട്ടി മൂലമാണ്. സോ അവൾക്ക് ദൈവം അവളെ സൃഷ്ടിച്ചിരിക്കുന്ന, എങ്ങനെ ദൈവം അവളെ ആക്കി തീർത്തോ അതുകൊണ്ട് അവൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റി. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ട് കേട്ടോ. അത് ദോഷമായി ഉപയോഗിച്ചാൽ ഓഫ് കോഴ്സ് ദൈവത്തെ നാമം മഹത്വപ്പെടുകയില്ല. പിന്നീട് ദാനിയേലിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന 3 സഹോദരന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ആ എബ്രായ കുഞ്ഞുങ്ങള് അവരെങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, അന്ന് നെബൂഖദ്നേസർ രാജാവ് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, ഈ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ നോബിൾ ഫാമിലിയിൽ നിന്നും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കണമെന്ന്. പിന്നീട് അവർക്ക് വേണ്ടിയാണ് പ്രത്യേക ആഹാരം കൊടുക്കുവാൻ പറഞ്ഞത്. എന്നാൽ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: when they were tested, Daniel and his friends outperformed all other Babylonians, and therefore they could serve in the palace of the emperor or of the king, which of course God used later on to put out the decree about idol worship, to cancel the decree about idol worship. അവര് തങ്ങളുടെ ജോലി ചെയ്തു, നല്ല രീതിയിൽ ചെയ്തുവെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിലും അതുപോലെ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ അവരുടെ ജ്ഞാനം ഉപയോഗിച്ചു എന്നുള്ളതും നമ്മൾ ദാവീദിൽ നിന്നും അവന്റെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? അവര് അവിടെ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതനുസരിച്ചില്ല. എന്നാൽ ബാബിലോണിയൽ വിസ്ഡത്തിൽ അവർ നല്ല മിടുക്കരായിരുന്നു. അതുമൂലം അവർ രാജാവിനെ സേവിച്ചുവെങ്കിലും ദൈവവുമായിട്ടുള്ള കാര്യത്തില് ആ രാജാവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പന ഇടപെട്ടാൽ അവർ അന്നേരം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടായിരുന്നു ശദ്രക്, മേശക്, അബേദ്നെഗോവിന് ഈ തീയിലേക്ക് എറിഞ്ഞിടുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞേ, we know he is able to save us, whether he saves us or not, O king, we will not bow down to the image, the idol you have erected, you have placed. അവർക്കത് പറയുവാനുള്ള കഴിവ് ഉണ്ടായതിന്റെ കാരണം അവരാരാണെന്നും അവർ എന്തുകൊണ്ട് ഇപ്പോൾ രാജാവിന്റെ സന്നിധിയിൽ ഈ വേലയ്ക്ക് എത്തിയെന്നും എന്നുള്ള ഐഡന്റിറ്റി അവര് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു. അവർ ആ ഐഡന്റിറ്റി ഒരിക്കലും മറന്നില്ല. അതുപോലെ തന്നെയാണ് പിന്നീട് ഡാനിയൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ബെൽഷാസറിന് വളരെ അടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? രാജാവ് മനസ്സോടെയാണ് അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളഞ്ഞത്. കാരണം എഗെയിൻ അവനെതിരായിട്ടുള്ള ആളുകൾ, ശത്രുക്കൾ, അവന്റെ താലന്തിൽ അസൂയുള്ളവര്, അവന്റെ ദൈവത്തെക്കുറിച്ച് അസൂയുള്ളവര്, ദൈവത്തെ സേവിക്കുന്നതിനെ കുറിച്ച് കേട്ടപ്പോഴുള്ള അസൂയുള്ളവര്, അവരെല്ലാം പറഞ്ഞു വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ദാനിയേൽ ആ കാര്യം അനുസരിച്ചില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദാനിയേൽ രാജാവ് പറഞ്ഞത് പക്ഷെങ്കിൽ അനുസരിച്ചിരിക്കാം. എന്നാൽ ദൈവവുമായിട്ടുള്ള ആരാധനയോടുള്ള കാര്യം പറഞ്ഞപ്പോൾ ദാവീദ് അത് ഒരിക്കലും വകവെച്ചില്ല. ഒരു പക്ഷേങ്കിൽ നമ്മുടെ ജോലി നമ്മുടെയും കർത്താവിന്റെയും ഇടയിൽ ഒരു പക്ഷേങ്കിൽ വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജോലി നമ്മളെ കർത്താവിൽ നിന്ന് അകത്തി കൊണ്ടുപോകുന്നുണ്ടോ? നമ്മുടെ സ്വത്ത്, നമ്മുടെ മാനം, നമ്മുടെ പൊസിഷൻസ്, അത് കർത്താവിൽ നിന്ന് നമ്മളെ അകത്തിക്കൊണ്ടു പോകുന്നുണ്ടോ? എങ്കിൽ അതൊരു നല്ല കാര്യമല്ല. എന്നാൽ ഈ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന താലന്തുകൂടെയാണ്. പലപ്പോഴും വിശ്വാസികളായ വ്യക്തികള് ഒരു സേക്രഡ് സെക്കുലർ ഡിവൈഡ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു സൺഡേ ക്രിസ്ത്യൻ എന്ന് പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഞായറാഴ്ച ദിവസം നമ്മൾ ഒരു രീതിയിൽ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ സെക്കുലർ വേൾഡിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു സെക്കുലർ സേക്രഡ് ഡിവൈഡ് പലരും ഉണ്ടാക്കുന്ന ഒരു വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് വന്നിട്ട് നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല. വിശ്വാസികളായ നമ്മൾക്കൊരു സെക്കുലർ സേക്രഡ് ഡിവൈഡ് ഇല്ല. നമ്മൾ ഉറങ്ങിയാലും എഴുന്നേറ്റാലും വീട്ടിലായിരുന്നാലും ജോലിയിലായിരുന്നാലും വഴിയിലായിരുന്നാലും വണ്ടി ഓടിച്ചാലും ബിസിനസ് ചെയ്താലും ഗ്രോസറി ചെയ്യാൻ പോയാലും എവിടെ പോയാലും നമ്മൾ ദൈവമക്കളാണ്. ഒരു സെക്കുലർ ഡിവൈഡ് ഇല്ല. അങ്ങനെയെങ്കിൽ ഹൗ ക്യാൻ ഐ സെർവ് ഗാഡ് അറ്റ് വർക്ക്? ഹൗ ക്യാൻ ഐ ഗോഡ് സെർവ് ത്രൂ മൈ വർക്ക് ഈസ് എ ക്വസ്റ്റ്യൻ വി മസ്റ്റ് ആസ്ക്. ദാനിയേലും അതുപോലെ മറ്റുള്ള ദൈവദാസന്മാരെല്ലാം ദൈവം കൊടുത്ത താലന്തുകൾ മുഖാന്തരം ദൈവത്തെ സേവിച്ചുവെങ്കിൽ നമ്മളും ചോദിക്കേണ്ട കാര്യം ഇതാണ്: കർത്താവെ, നീ എന്നെ നല്ല പ്രവൃത്തിക്കായിട്ട് വിളിച്ച് രക്ഷിച്ചുവെങ്കിൽ നീ എനിക്ക് തന്നിരിക്കുന്ന താലന്തുകളിലൂടെയും എനിക്ക് തന്നിരിക്കുന്ന കൃപകളിലൂടെയും എനിക്ക് എങ്ങനെ നിന്നെ സേവിക്കുവാൻ പറ്റും? ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐഡന്റിറ്റി ഒരിക്കലും മറന്നു പോകല്ല. നമ്മുടെ ജോലിയോ നമ്മുടെ സ്വത്തോ നമ്മുടെ സ്ഥാനമോ ഒന്നും അതിനെ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് വരുവാൻ ഇടയാകില്ല.
അത് വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് നമ്മൾ എഫെസ്യ ലേഖനത്തിലും അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെയും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ് അവിടെ സ്ലേവ്സിന് എഴുതുമ്പോൾ പറയുന്ന ഇതാണ്: Slaves, obey your human masters with fear and trembling, in the sincerity of your heart as to Christ, not like those who do their work only when someone is watching, as people pleasers, but as slaves of Christ, doing the will of God from the heart. Obey with enthusiasm as though serving the Lord, not people. അവിടെ അടിമകളായ വ്യക്തികൾക്ക്, വിശ്വാസികളായ വ്യക്തികൾക്ക് പൗലോസ് എഴുതുമ്പോൾ അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരെ സേവിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നത് പോലെ ആയിരിക്കണം അവരെ സേവിക്കാൻ. ഒരുപക്ഷെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിച്ചിരിക്കാം, ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ളതായിരിക്കാം. എന്നാൽ അവരെ നിങ്ങൾ സേവിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന പോലെ ആയിരിക്കണം. പ്രയാസത്തിലും നിങ്ങൾ ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടെയും ആയിരിക്കും സേവിക്കേണ്ടത്. എന്നാൽ അതിനർത്ഥം തെറ്റ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളോട് തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ കോൺഷ്യൻസിന് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതല്ല, ദൈവത്തിന് വചനം അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. നോട്ട് ഹൗ മച്ച് വി ഡു, ബട്ട് ഹൗ വി ഡു ഇറ്റ്, ആൻഡ് സംടൈംസ് ഓഫ് കോഴ്സ് വാട്ട് വി ഡു. അത് തന്നെയാണ് താലന്തുകളുടെ കാര്യത്തിലും പറയുന്നത്. അവസാനം നമ്മൾ വായിക്കുന്നു, നമ്മുടെ സമയം തീരുന്നു, കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും പൗലോസ് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: Bond servants, obey in everything those who are your earthly masters, not by way of eye service as people pleasers, but with sincerity of heart, fearing the Lord. Whatever you do, work heartily as for the Lord and not for men. You are serving the Lord Jesus Christ. So how can we be revived? നമുക്ക് എങ്ങനെ റിവൈവൽ ഉണ്ടാകാം എന്ന് ചോദിച്ചാൽ, നമുക്ക് എങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് എങ്ങനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളും താലന്തുകളും ഒക്കെ ഉപയോഗിച്ച്, അറിവും ജ്ഞാനവും സ്വത്തും പൊസിഷനും ഒക്കെ ഉപയോഗിച്ച് കർത്താവിനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെ പറയാം: നമ്മൾ കർത്താവിന്റെ മഹത്വമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതെങ്കിൽ, കർത്താവിന്റെ മഹത്വമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, എല്ലാത്തിലൂടെയും നമുക്ക് കർത്താവിനെ സേവിക്കാം. സൺഡേ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നതിലൂടെ മാത്രമല്ല, ഇതുപോലൊരു ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറ്റുന്നതിലൂടെ മാത്രമല്ല ദൈവത്തെ സേവിക്കാൻ പറ്റുന്നത്. അതിലൂടെ തീർച്ചയായിട്ടും ദൈവത്തെ ഞാനിപ്പോൾ സേവിക്കുകയാണ്, നമുക്കെല്ലാം സേവിക്കാൻ പറ്റും. എന്നാൽ അതിലൂടെ മാത്രമല്ല. ഒരുപക്ഷെങ്കിലും ഒരു സഹോദരി ചോദിക്കും, സഹോദര, നമ്മുടെ സഭയില് സഹോദരിമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സോ ഞാൻ എങ്ങനെ കർത്താവിനെ സേവിക്കും? Has God given you a talent for cooking or an ability for cooking? Serve God through that. Maybe cleaning. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കർത്താവിനെ സേവിക്കാൻ പറ്റുന്നത് ഈ ചില വിസിബിൾ ആയിട്ടുള്ള ചില ചർച്ചിൽ കൊടുത്തിരിക്കുന്ന ചില ഗിഫ്റ്റിലൂടെ മാത്രമേ ആണ്. പ്രീച്ചിങ്ങും ടീച്ചിങ്ങും, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, എൽഡർഷിപ്പ്, അതിലൂടെ മാത്രമല്ല. ദൈവം നമ്മളെ കർത്താവിന്റെ സഭയിലേക്കും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗവുമായിട്ട് വിളിച്ച് നല്ല പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചുവെങ്കിൽ നമുക്ക് അതിനുള്ള എല്ലാ കഴിവുകളും കർത്താവ് തന്നിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ. നമ്മൾ നല്ല ബിസിനസ്മാൻ ആണോ? ഡു ഗുഡ് ബിസിനസ് ആൻഡ് ഗ്ലോറിഫൈ ഗാഡ്. മേ ബി through your money, through your good ethical business. If you're an entrepreneur, maybe you are a coder, you're coding for a company. I don't know what your job is. Maybe you're a chaya wala. I don't know. നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. Maybe a carpenter. I don't know. നമ്മളെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന്. എന്ത് ചെയ്താലും കർത്താവിനെ അതിലൂടെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ കെയർഫുൾ ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യും. ദൈവത്തിന്റെ മഹത്വമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ we can serve God through everything. Then sky is the limit. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് 6 ഗ്രൂപ്പ്സിനെ അഡ്രസ് ചെയ്തിട്ട് എല്ലാവരോടും പറയുന്നത്: കീപ് ഗോഡ്സ് ഗ്ലോറി ആസ് ദി അൾട്ടിമേറ്റ് ഗോൾ. വൈഫ്സ്, ഹസ്ബൻഡ്സ്, ചിൽഡ്രൻ, ഫാദേഴ്സ്, സ്ലേവ്സ്, മാസ്റ്റേഴ്സ്, whoever you are in your calling, whatever God has called you to be, and however God has called you, be that and glorify God through that. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം നമ്മളെ ആരായിട്ട് വിളിച്ചുവോ, എങ്ങനെ വിളിച്ചുവോ, അതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഗ്ലോറിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളെങ്കിൽ, ദൈവത്തിന്റെ മഹത്വമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളെങ്കിൽ, നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ പൊറുക്കുവാന്, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിക്കുവാന്, ഒത്തിരി കാര്യങ്ങൾ കണ്ണടച്ച് കളയുവാൻ നമുക്ക് പറ്റും. നമ്മുടെ ഗ്ലോറിയാണ്, നമ്മുടെ മഹത്വമാണ്, നമ്മുടെ പദവിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് പക്ഷെങ്കിൽ പ്രയാസമാണ്. ഞാൻ എൻ്റെ സൗകര്യം മാത്രമാണ്, എൻ്റെ താല്പര്യം മാത്രമാണെന്ന് നോക്കുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിന് പ്രയാസമുണ്ടാകും. അല്ല, നമ്മൾ ദൈവത്തിന്റെ മഹത്വമാണ്, ദാവീദും തന്റെ ജനങ്ങളും ചെയ്തതുപോലെ ദൈവത്തിന്റെ മഹത്വമാണ് നമ്മുടെ ഗോളെങ്കിൽ, we can use our wealth, we can use our health, we can use our talents, our positions, our gifts, everything for God's glory. If we do so, if we are determined like David and his people, and if we have that sincere prayer, that attitude in our heart, then we can have revival. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ആ ഉണർവ് ഉണ്ടാകേണ്ടത്, അത് തുടങ്ങേണ്ടത് ദാവീദിനെ പോലെയുള്ള ലീഡേഴ്സിലാണ്. ലീഡറായിരുന്ന ദാവീദാണ് ആ ഒരു ഉണർവിന്റെ നേതൃത്വം വഹിച്ചത്. പിന്നീട് കുടുംബത്തിലെ നേതാക്കന്മാര്, ലീഡേഴ്സ് ആയിട്ടുള്ളവര്, ഗോത്ര തലവന്മാര്, ലീഡേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ ഉണർവിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഒരു ഉണർവുണ്ടാകുവാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ സഭാ ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില് അങ്ങനെ ഒരു ഉണർവുണ്ടാവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിൽ പെരുമാറാകട്ടെ. ഇങ്ങനെ ഒരു